സ്വർഗസങ്കീർത്തനങ്ങൾ പാടി വചന സാക്ഷ്യമേകാൻ ഹൃദയമാം വീണയിൽ മധുര സംഗീതമായി സ്വർഗസങ്കീർത്തനങ്ങൾ പാടി വചന സാക്ഷ്യമേകാൻ ഹാർട്ട് ഓഫ് ഹെവൻ ഹാർട്ട് ഓഫ് ഹെവൻ ഹാർട്ട് ഓഫ് ഹെവൻ ഹാർട്ട് ഓഫ് ഹെവൻ. നമസ്കാരം. ഹാർട്ട് ഓഫ് ഹെവനിലേക്ക് ഗുഡ്നസ് ടിവിയുടെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. കഴിഞ്ഞ ഹാർട്ട് ഓഫ് ഹെവനിൽ നമ്മൾ ബ്രദർ AP വർഗീസ് അദ്ദേഹത്തിന്റെ വിശേഷങ്ങളും കേട്ട് വളരെ രസകരമായിട്ടുള്ളൊരു എപ്പിസോഡായിരുന്നു. ഈ ആഴ്ചയും അദ്ദേഹത്തിന്റെ വിശേഷങ്ങളിലേക്ക് നമ്മൾ തുടരുകയാണ്. നമുക്ക് സ്വാഗതം ചെയ്യാം ഒത്തിരി സ്നേഹത്തോടു കൂടി ഹാർട്ട് ഓഫ് ഹെവനിൽ. യഥാർത്ഥത്തിൽ എൻ്റെ സ്വഭാവശീലം എങ്ങനെ എന്നിലേക്ക് കടന്നു വരുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ ഈ ഫൈനാൻസിങ് കമ്പനി കല്യാണം കഴിഞ്ഞതിന് ശേഷം ഒരു 6 മാസത്തിനുള്ളിൽ സ്വന്തമായിട്ട് ഫൈനാൻസിങ് കമ്പനി തുടങ്ങാനുള്ള തീരുമാനമായി. അന്ന് എനിക്ക് തോന്നി ഞാൻ വെറുതെ ഈ 140 രൂപ ശമ്പളത്തിന് ജോലി ചെയ്താലേ ജോലിക്കാരനായിരിക്കാൻ ഇരുന്ന് കഴിഞ്ഞാല് അരി മേടിക്കില്ല. അതായത് നവീകരണത്തിലേക്ക് വരുന്നതിന് അപ്പൊ സ്വന്തമായിട്ട് അതെ, ഞാൻ പഠിച്ച തൊഴിൽ അതാണ്. ഞാൻ പഠിച്ച തൊഴിലിരുന്നു കൊണ്ട് അത് ബിസിനസ്സാക്കി മാറുമ്പോൾ അതിൽ പാർട്ട്ണർഷിപ്പ് ആകുമ്പോൾ ലാഭം കൂടുതൽ കിട്ടല്ലോ. അപ്പൊ അന്നത്തെ കാലത്ത് പാർട്ട്ണർഷിപ്പ് ആവാൻ വലിയ മൂലധനം മുടക്കൊന്നുമില്ല. 15 പേര് കൂടി 1 ലക്ഷം രൂപ അല്ലെങ്കിൽ 50,000 രൂപ മുടക്കിയാൽ കുറേശ്ശെ കാശല്ലേ വരുള്ളൂ. അങ്ങനെ ഞങ്ങള് ഏകദേശം 1 ലക്ഷം ഒരു ഡസൻ കമ്പനികൾ ഞാൻ പാർട്ട്ണറും ഷെയർ ഹോൾഡറൊക്കെയായി. അപ്പം കാശിന് വരുമാനം കൂടി. അപ്പൊ പിന്നെ ഈ ചിട്ടി കമ്പനിയിൽ അക്കൗണ്ടും അൺഅക്കൗണ്ടും പണം ഉണ്ടല്ലോ. അപ്പൊ ഈ അൺഅക്കൗണ്ട് പണം സമ്പാദിക്കാൻ കൊള്ളില്ല എന്നാണ് ഞങ്ങളുടെ ധാരണ. അത് മുഴുക്കാൻ കുടിച്ച് അവസാനിപ്പിക്കാം. മനസ്സിലായോ? അപ്പം ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ പുകവലിയോ മദ്യപാനമോ അങ്ങനെ ഒരു ദൂഷ്യലും ഇല്ലാത്ത ഞാൻ പെട്ടു. എന്നാ വീട്ടിൽ നല്ല മര്യാദക്കാരനൊക്കെയാണ്. പിന്നെ അപ്പം സ്വാഭാവികമായിട്ടും ഞാൻ മദ്യപിച്ച് വരുമ്പോൾ ഞാനൊരു പുലി പോലെയായി. ഭാര്യയുടെ മുമ്പിൽ ഞാനൊരു ഒരു പോലീസ് ഇൻസ്പെക്ടറെ പോലെയാണ്. അപ്പം ചോദിച്ചാൽ ഉടനെ പറഞ്ഞാൽ ഉടനെ മനസ്സിലാക്കണം, ഇല്ലെങ്കിൽ അപ്പോ അടി വീഴും. ചോദിക്കുന്നതിന് മറുപടി തരണം. അതെ, അല്ലെങ്കിൽ കാര്യങ്ങൾ കണ്ടറിഞ്ഞ് ചെയ്യണം. കുറച്ചു നാള് എന്റെ കൂടെ നിന്ന് കഴിഞ്ഞാൽ എന്റെ സ്വഭാവം എന്താന്ന് നീ പഠിക്കണം. നമ്മൾ ഇച്ചിരി കർക്കശമായി പിന്നെ എപ്പോഴും പറയാനും നിൽക്കണ്ട. അതായത് മണിമണിയിൽ ചെയ്തോളെ കാര്യം മനസ്സിലാക്കി അങ്ങ് ചെയ്തേക്കണം. അപ്പൊ ഞാനിങ്ങനെ മദ്യപാനവും ബ്ലേഡ് കമ്പനിയും ഒക്കെ ആയിരിക്കുന്ന ഒരു സാഹചര്യത്തില് പോട്ട ആശ്രമത്തിലത്തെ പോപ്പുലർ മിഷൻ ധ്യാനം, അതിന്റെ 3ാമത്തെ ധ്യാനമാണ് ഞങ്ങളുടെ അളവിൽ നടത്തണം. ഇടവക തോറുമുള്ള പോപ്പുലർ മിഷൻ ധ്യാനം. ആ 3ാമത്തെ ധ്യാനത്തില് എൻ്റെ വികാരിച്ചൻ നിർബന്ധമായിട്ടും ഫാദർ ജോസഫ് തെക്കിനെത്ത്, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അച്ഛൻ കാരണം കൊണ്ടാണ് ഞാൻ ഒരു മാനസാന്തര നവീകരണ അനുഭവത്തിലേക്ക് വന്നത്. അച്ഛൻ്റെ എനിക്ക് മാതാപിതാക്കളെക്കാൾ കൂടുതൽ ഭയം വൈദികരാണ്. അതിന്റെ കാരണം വെച്ചാൽ ചെറുപ്പം മുതൽ ഞാൻ കുർബാനയ്ക്ക് കൂടുന്ന കുട്ടിക്കായിരുന്നു. അപ്പം നീയും ഭാര്യയും ഇതിൽ മുടങ്ങാതെ പങ്കെടുക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ അതിൽ അവസാനത്തെ ദിവസം പനക്കലച്ചനായിരുന്നു ദമ്പതികൾക്ക് വേണ്ടിയുള്ള ക്ലാസ്. അപ്പം അന്ന് എൻ്റെ മദ്യപാനവും പുകവലിയും പിന്നെ എൻ്റെ തൊഴിലിൽ അന്യായ പലിശ വാങ്ങലെല്ലാം നിർത്തിയാൻ. അങ്ങനെ നിർത്താൻ വചനപ്രഘോഷണ ശുശ്രൂഷയിൽ നിന്ന് അങ്ങേ സ്പർശിച്ച ഏതെങ്കിലും വചനമുണ്ടോ? ദൈവവചനം അന്ന് എൻ്റെ മനസ്സിൽ എന്നെ സ്പർശിച്ചൊരു വചനം ഏശയ്യാ പ്രവാചകന്റെ പുസ്തകം
58 അധ്യായം 1 മുതൽ 14 വരെയുള്ള തിരുവചനം. ഓ അതിലെ രണ്ട് കാര്യങ്ങളാണ് ചുരുക്കമായിട്ട് പറയുന്നത്. പ്ലീസ്. ഒന്ന്, നീ ഉപവാസം എടുത്ത് പ്രാർത്ഥിച്ചാൽ ദൈവം നിന്നെ വീണ്ടും പടുത്തുയർത്തും. ഓ നിന്റെ പൊട്ടിപ്പൊളിഞ്ഞ മതിലുകൾ പുനരുദ്ധരിക്കും, വീണ്ടും കെട്ടിപ്പോർക്കുന്നവനാണെന്നും പുനരുദ്ധാരണം നിന്റെ ജീവിതത്തെ പുനരുദ്ധരിക്കാനാണെന്ന് നീ വിളിക്കപ്പെടുമെന്നും അതിൽ പറയുന്നുണ്ട്. അതെ. അപ്പോൾ എൻ്റെ വീട് ചെറിയ വീടായിരുന്നല്ലോ. അപ്പോൾ എൻ്റെ മനസ്സിലൊരു ധാരണയുണ്ട്, ഉപവാസം എടുത്ത് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ വീട് ശരിയാക്കി എടുക്കാം, പുതിയ വീട് പണിയാം എന്നുള്ളതാണ്. അപ്പോൾ അതാണ് എന്നെ സ്പർശിച്ചത്. രണ്ടാമത് എന്നെ സ്പർശിച്ചത് അതേ അധ്യായത്തിൽ തന്നെ വിശുദ്ധ ദിവസം വിശുദ്ധ ദിനമായി ആചരിച്ചാൽ ലോകത്തിന്റെ ഉന്നത സ്ഥാനങ്ങളിൽ കൂടി ഞാൻ നിന്നെ സവാരി ചെയ്യിക്കും. ലോകത്തിലെ ഉന്നതമായ അനുഗ്രഹങ്ങൾ ഞാൻ നിനക്ക് തരും. അപ്പോൾ രണ്ട് കാര്യങ്ങൾ ആ പോപ്പുലർ മിഷൻ ധ്യാനത്തിലുള്ള ഞാൻ എൻ്റെ ജീവിതത്തിൽ നടപ്പാക്കിയത്. അപ്പൊ ആ വചനം കേട്ടപ്പോൾ അങ്ങ് അത് സ്വീകരിച്ചു, അത് വിശ്വസിച്ചു, അത് എൻ്റെ ജീവിതത്തിൽ നടപ്പാക്കി, പ്രാവർത്തികമാക്കുവാൻ തീരുമാനമെടുത്തു. അപ്പം ഭാര്യയോട് ഞാൻ പറഞ്ഞു, നമുക്ക് ഈ വീട് നല്ലൊരു വീട് പണിയണമെങ്കിൽ പൊളിഞ്ഞ മതിലുകൾ പുനരുദ്ധരിക്കണമെന്ന് നീ വിളിക്കപ്പെടും എന്നാണ് വചനം പറയുന്നത്. അപ്പൊ നമ്മൾ ഉപവാസം എടുത്തുകൊണ്ട് അന്നത്തെ വിഹിതം പാവപ്പെട്ടവർക്ക് കൊടുത്തിട്ട് അന്ന് മുഴുവൻ സമയം പ്രാർത്ഥനയിൽ ഇരുന്നിട്ട് വീടില്ലാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. വീടില്ലാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ 6 മാസത്തിനുള്ളിൽ എൻ്റെ വീട് പൊളിച്ച് പുതിയ വീട് പൊളിച്ച് പണിതു, ടെറസ് വീട് പണിതു. അപ്പോൾ അതാണ് ഞങ്ങളുടെ മധ്യസ്ഥ പ്രാർത്ഥനയുടെ ആദ്യത്തെ അനുഭവം. ഒരു വചന പ്രഘോഷണ ശുശ്രൂഷയിലൂടെ നമുക്ക് ഒരു വ്യക്തിക്ക് ലഭിച്ച ഒരു വലിയ അനുഗ്രഹമാണ്. അത് നമ്മളെ മാനസാന്തരപ്പെടുത്തുന്നു, ഒപ്പം നമുക്ക് ഉന്നമതിയും തരുന്നു, അല്ലേ? അനുഗ്രഹമായി നമ്മൾ ക്രിസ്തുവിനോട് ചേർന്ന് നിൽക്കുമ്പോൾ ക്രിസ്തുവിന്റെ വചനം കേൾക്കുകയും അതനുസരിക്കുകയും ചെയ്താൽ ഞാൻ നിന്റെ ദേശത്തെ ഒരു അനുഗ്രഹമാക്കി മാറ്റി എന്ന് നിയമാവർത്തന പുസ്തകം 28 അധ്യായത്തിൽ പറയുന്നുണ്ട്. ശരിക്കും യഥാർത്ഥമായി നമ്മളെല്ലാം യേശുക്രിസ്തുവിൽ വിശ്വസിക്കുകയും അവന്റെ വചനങ്ങൾ സ്വീകരിക്കുകയും പ്രവർത്തിച്ചാൽ അതനുസരിച്ചാൽ മതി ദൈവം നമ്മെ ഉന്നതത്തിൽ എത്തിക്കും. അതാണ് സാറിന്റെ ജീവിതത്തിൽ അതിലെ രണ്ടാമത്തെ ഭാഗമുള്ള വിശുദ്ധ ദിനം, വിശുദ്ധ ദിവസമായി ആചരിക്കുക. അതിന് ഞാനൊരു തീരുമാനം എടുത്തത്, ഇടവക പള്ളിയിൽ കുട്ടികളെ വചനം പഠിപ്പിക്കാം, കാറ്റഗിസ് അധ്യാപനാവും. രണ്ടാമത് അപ്പൊ ഉച്ച വരെ പള്ളിയിൽ പോവും. ഉച്ചയ്ക്ക് ശേഷം രോഗികളെ സന്ദർശിക്കാം. പിന്നെ ആ ആശയം ഞാൻ പഠിപ്പിക്കുന്ന കുട്ടികൾ അവരുടെ കുടുംബങ്ങളെ കുറിച്ച് ചോദിച്ചറിയും. അപ്പം രോഗികളായിട്ടുള്ളവരുണ്ടാവാം, മദ്യപാന ദുശീലങ്ങളുള്ള മാതാപിതാക്കളുണ്ടാവാം. അപ്പം ഞാൻ ഉച്ചയ്ക്ക് തിരിഞ്ഞ് അങ്ങനെയുള്ളവരെ സന്ദർശിക്കാൻ പോകും. അപ്പോൾ കുട്ടികളെ പഠിപ്പിക്കുക മാത്രമല്ല അവരുടെ വീടുകളെ സന്ദർശനം, രോഗികളെ സന്ദർശനം. അപ്പോൾ ഞായറാഴ്ച ദിവസം വിശുദ്ധ ദിനമായി ആചരിക്കാൻ സാധിച്ചല്ലോ, മുഴുവനും ആ ദിവസം മുഴുവനും വിശുദ്ധ ദിനമായി ആചരിച്ചു. അപ്പോൾ ഇതിനിടയ്ക്ക് ശനിയാഴ്ച ദിവസങ്ങൾ അവിടെ കോട്ടയ ആശ്രമത്തിലത്തെ ശുശ്രൂഷ ധാരാളം വരാനായി. അപ്പം അങ്ങനെ ഇരിക്കുമ്പോൾ പെട്ടെന്ന് എൻ്റെ 3 മക്കൾക്ക് ബാല ടി ബി അസുഖം വന്നു. ബാല ടി ബി ഒരേ സമയത്ത്. അപ്പോൾ 10 ദിവസം കൂടുമ്പോൾ 100 രൂപ വെച്ച് മരുന്നിന്. അപ്പോൾ 3 പേർക്ക് 300 രൂപ. ഒരു മാസം എനിക്ക് കിട്ടുന്ന ശമ്പളം അപ്പം 300 രൂപ. അപ്പോൾ ഒരു മാസം 900 രൂപ മരുന്നിന് വേണമല്ലോ. അപ്പം ഞാൻ ഭാര്യയോട് പറഞ്ഞു, നമുക്ക് 7 ശനിയാഴ്ച കോട്ട ആശ്രമത്തിലേക്ക് നമ്മൾ മക്കളെയും കൊണ്ട് പോവാം, അവിടുത്തെ ഉപവാസ പ്രാർത്ഥനയിൽ പങ്കെടുക്കാം. അപ്പം ആ സമയത്ത് എന്നെ അലട്ടുന്ന ഒരു രോഗമാണ് ഈ മൂലക്കുരുവിന്റെ രോഗം. അത് ഭയങ്കര വേദന ഉണ്ടായിരുന്നു. ഇത് കൂടെ ഇതിന് പിന്നിലുണ്ട്. എങ്കിലും പ്രധാനപ്പെട്ട നമ്മുടെ വേദന മക്കളെ കുറിച്ചായിരുന്നു. അങ്ങനെ ഞങ്ങള് പോകാൻ തുടങ്ങി. എല്ലാ ശനിയാഴ്ചയും പോട്ടാശ്രമത്തിലേക്ക് ജോലിക്ക് പോവില്ല. 4-ാമത്തെ ശനിയാഴ്ച മാത്യു നായക്കൻ പറമ്പച്ചൻ ഒരു മെസ്സേജ് പറയാണ്, 3 മക്കൾക്ക് ബാല ടി ബി രോഗമായിട്ട് മാതാപിതാക്കൾ ഇവിടെ കൊണ്ടുവരുന്നുണ്ട്. ആ 3 മക്കൾക്ക് പൂർണ്ണമായ സൗഖ്യം ദൈവം കൊടുത്തിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഞാൻ ഈശോയോട് പറഞ്ഞു, ഞാൻ പിറ്റേ ദിവസം തൃശ്ശൂർ പോളി ക്ലിനിക്കിൽ പോയി പരിശോധിച്ച് അത് ഓക്കെ ആണെന്ന് അവർ പറഞ്ഞു കഴിഞ്ഞാൽ, മരുന്ന് വേണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിവിടെ സാക്ഷ്യം പറയാം. 2 ദിവസം കഴിഞ്ഞ് പോളി ക്ലിനിക്കിൽ പോയി ഇവർ വീണ്ടും 3 പേരെ പരിശോധിച്ചു. അപ്പോൾ അവിടുന്ന് റിപ്പോർട്ട് വന്നു, ഇപ്പോൾ
രോഗത്തിന്റെ യാതൊരു വക ലക്ഷണങ്ങളില്ല, പൂർണ്ണമായ സൗഖ്യമാണ്, ഇനി നിങ്ങൾ മരുന്ന് കൊടുക്കണ്ടെന്ന് പറഞ്ഞു. പ്രൈസ് അല്ല, ഈ ഒരു കാരണമായിരുന്നോ ശരിക്കും ഈ ചിട്ടി കമ്പനിയിലെ പ്രവർത്തനങ്ങളെല്ലാം മാറ്റിവെച്ച് ഫുൾ ടൈം ദൈവത്തിന് വേണ്ടി വേല ചെയ്യാൻ? അതെ, ഇത് തുടങ്ങിയാണ്, അടിസ്ഥാനപരമായ ഒരു തുടക്കമാണ് അത്. അപ്പൊ ആ തുടക്കത്തിലുള്ള ഈ അനുഭവത്തിലൂടെ ഈ 5ാമത്തെ ശനിയാഴ്ച മാത്തച്ഛൻ ഒരു സന്ദേശം പറയാണ്. വർഗീസ് എന്ന് പറയുന്ന ഒരു സഹോദരന്റെ മൂലക്കുരു രോഗത്തെ കർത്താവ് സൗഖ്യം കൊടുക്കുകയാണ്. അപ്പം 7 ശനിയാഴ്ച ഞങ്ങൾ പോകുന്നുണ്ടല്ലോ. 4ാമത്തെ ശനിയാഴ്ച മക്കൾക്ക് കൊടുത്തു, 5ാമത്തെ ശനിയാഴ്ച കർത്താവ് എനിക്ക് തന്നു. അന്ന് മുതൽ പിന്നെ മൂലക്കുരു 18 സൈസുണ്ട്. ഈ 18 സൈസില് സ്വർഗം കാണുന്ന സൈസാണ് എനിക്കുള്ളത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോയ്ലറ്റിൽ പോയിരിക്കുമ്പോൾ വേദനിച്ച് കരയും, ഭയങ്കര വേദനയാണ്. അപ്പൊ ആ വേദന പൂർണ്ണമായി മാറ്റി കൊടുക്കണമെന്ന് അതിനുശേഷം മാത്യുഅച്ഛനിലൂടെ പറഞ്ഞു. അതിനുശേഷം പിന്നെ ആ അസുഖമായി ഒരു ഇല്ല, പിന്നെ അതിനെ കുറിച്ച് എനിക്ക് പ്രോബ്ലം ഒന്നും ഉണ്ടായിട്ടില്ല. അതിന് തൊട്ട് മുമ്പ് ഞാൻ ഓപ്പറേഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് കല്യാണം കഴിഞ്ഞ ആ സാഹചര്യത്തില്. എന്നിട്ടും ഈ രോഗം പിന്നെ എന്നെ അലട്ടിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം പിന്നെ അതിന് ശേഷം ആ പ്രശ്നം ഉണ്ടായിട്ടില്ല. ആ മെസ്സേജ് പറഞ്ഞതിന് ശേഷം അത് വിശ്വസിച്ചു, പിന്നെ അത് ഉണ്ടായിട്ടുണ്ട്. നമ്മള് അതില് എന്നെ ആത്മീയമായിട്ട് വളർത്തിയത്, ഞങ്ങൾ രണ്ടുപേരും വീട്ടിൽ മധ്യസ്ഥ പ്രാർത്ഥന തുടങ്ങി. അപ്പൊ ഈ മധ്യസ്ഥ പ്രാർത്ഥന തുടങ്ങുമ്പോൾ ഞങ്ങൾക്ക് അന്ന് ആരോടൊന്നും പറയാനൊന്നും, പള്ളിയിൽ മധ്യസ്ഥ പ്രാർത്ഥന ഒന്നും ഇല്ലെന്ന്. അപ്പം ഞാൻ ഭാര്യയോട് പറഞ്ഞു. അപ്പം ഞാൻ കാറ്റഗിസം പഠിപ്പിക്കാൻ പോകുമ്പോൾ കുട്ടികളുടെ പുസ്തകത്തിൽ ചോദ്യോത്തരങ്ങളാണ്, വചനത്തിനനുസൃതമായ ഒന്നും അതിനകത്തില്ല. നമ്മൾ പഠിക്കുമ്പോഴേക്കും അങ്ങനെ തന്നെയായിരുന്നു, ചോദ്യോത്തരങ്ങളാണ്. അപ്പം ഞാൻ ഭാര്യയോട് പറഞ്ഞു, നമുക്കൊരു കാര്യം ചെയ്യാം, 2 പ്രാർത്ഥന നിയോഗങ്ങൾ. ഒന്ന്, ചെറിയ ക്ലാസ് മുതൽ വലിയ ക്ലാസ് വരെ ബൈബിൾ വചനത്തിന് അടിസ്ഥാനമായ പാഠ്യാവലി കാറ്റഗിസം മേഖലയിൽ വരണം. 2, അന്ന് മേരി വിജയവും സത്യദീപവുമാണ് നമ്മുടെ ഇടയിൽ കിട്ടുന്ന മാഗസിനുകൾ. ഇത് രണ്ടും കരിസ്മറ്റിക് വചനം ഇല്ല. അപ്പം 2ാമത്തെ പ്രാർത്ഥന ദൈവവചനത്തിന് അടിസ്ഥാനം ഇട്ടുകൊണ്ട് സന്ദേശം കൊടുക്കുന്ന ആത്മീയ പ്രസിദ്ധീകരണങ്ങൾ ഉണ്ടാകണം. ഇത് രണ്ടും അത്ഭുതകരമായിട്ട് നിറവേറി. 86 പോട്ടാശ്രമത്തിൽ നിന്ന് വചനോത്സവം ഇറങ്ങി. അതേ കൊല്ലം തന്നെ നമ്മളെ സഭയുടെ കാറ്റഗിസം പാഠാവലി കംപ്ലീറ്റ് മാറ്റി. അപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര അതിശയായി. അപ്പൊ ഞാൻ ഭാര്യയോട് പറഞ്ഞു, ലോകത്തിൽ ആരും അറിയുന്നില്ല, പക്ഷെ നമ്മൾ രണ്ടുപേരും രാത്രിയുള്ള ഈ ജപമാല, ഇതിനു വേണ്ടി ഒരു ജപമാല ചെല്ലും. ആ പ്രാർത്ഥന ദൈവം കേട്ട് അത്ഭുതം പ്രവർത്തിച്ചിരുന്നു. അപ്പൊ നമ്മള് ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, നമ്മള് ലോകത്തെ അറിയിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കണ്ട. നമ്മള് ഏക മനസ്സോടുകൂടി ഒരു വീടിന്റെ മുറിയിൽ നിന്ന് പ്രാർത്ഥിക്കുമ്പോഴും ആ പ്രാർത്ഥന കേൾക്കുന്ന ഒരു സ്വർഗീയ പിതാവ് നമുക്കുണ്ട്. ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരമാണ് ദൈവം നൽകിയത്. ഇതാ ഗുഡ്നസ് ടി വി അഭിമാനത്തോടെ പ്രേക്ഷകർക്ക് മുമ്പിൽ സമർപ്പിക്കുന്നു ഗുഡ്നസ് ടി വി ഇൻ OTT പ്ലാറ്റ്ഫോം. ഇനി മുതൽ OTT പ്ലാറ്റ്ഫോമായ ആപ്പിൾ ടിവിയിൽ ഗുഡ്നസ് ടെലിവിഷൻ ലഭ്യമാകുന്നു. Goodness. Stay with God. തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നു ബ്രദറിന്റെ വാക്കുകൾ അല്ലെ നമ്മുടെ പ്രേക്ഷകരിൽ വലിയൊരു മാറ്റം തന്നെ ഉണ്ടാക്കിയിട്ടുണ്ടാവും. ആ സാക്ഷ്യവും എല്ലാം, അതായത് നമ്മുടെ ഒരു ചെറിയ പ്രാർത്ഥന പോലും ദൈവത്തിന്റെ മുൻപിൽ നമുക്ക് എത്തിക്കാൻ സാധിക്കും, അതിന് ഫലപ്രാപ്തി ഉണ്ടാവും എന്നുള്ളൊരു വിശ്വാസം കൂടി ബ്രദറിന്റെ വാക്കുകളിലൂടെ നമുക്ക് മനസ്സിലാവും. അതില് നമുക്ക് തരുന്നൊരു പ്രചോദനം, ഈ മോശ ഇസ്രായേൽ ജനത്തെ നയിച്ചപ്പോൾ ദൈവത്തിനും ജനത്തിനും ഇടയ്ക്ക് മധ്യസ്ഥനായിരുന്നു മോശ. ആ മോശയുടെ ചിത്രമാണ് പരിശുദ്ധാത്മാവ് എനിക്ക് തന്ന ഒരു ദൗത്യം. ഞാനിങ്ങനെ തിരിച്ചറിഞ്ഞു, ഞങ്ങളുടെ ആ ദേശത്ത് നവീകരണത്തിന് വേണ്ടി ദൈവം എന്നെ ഒരു മധ്യസ്ഥനായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്നു. അപ്പം അവിടെ അന്നത്തെ അവസ്ഥ, ഞങ്ങളുടെ പഞ്ചായത്തിൽ ദിവസം ഒരു പോലീസ് കേസ് ഉണ്ടാവും. അവിടെ തൃശ്ശൂർ ജില്ലയിൽ അറിയപ്പെടുന്ന പോക്കറ്റടിക്കാരും
മറ്റു രീതിയിലുള്ള സദാചാര പ്രവർത്തനങ്ങളുള്ള ഒരു മേഖലയാണ്. ഒന്നും കൂടെ വിശദമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഈ തൃശ്ശൂർ ജില്ലയിൽ ഏറ്റവും കൂടുതൽ ലംസം ഗ്രാൻഡ് വാങ്ങുന്ന സ്കൂളാണ്. അതേസമയം വിദ്യാഭ്യാസത്തിൽ ഏറ്റവും താഴെയും. കാരണം അങ്ങനെയുള്ള കോളനിയിലുള്ള ആളുകൾ പഠിക്കുന്ന ഒരു പ്രദേശമാണ് നമ്മുടെ ഇടവകയിൽ സ്കൂൾ. അതാണ്. അപ്പം ആ ദേശത്തെ നവീകരണത്തിന് വേണ്ടിയിട്ടുള്ള ഒരു വിളിയാണ് എനിക്കുള്ളതെന്ന് എനിക്ക് ബോധ്യപ്പെടുകയാണ്. ആ വിളി തിരിച്ചറിഞ്ഞ് അതിനു വേണ്ടി നിലകൊള്ളുകയാണ്. അപ്പം അതിനു വേണ്ടി 1959 എൻ്റെ ഇടവകയിൽ ഫാദർ വർഗീസ് കരിപ്പേരച്ചനാണെന്ന് തോന്നുന്നു ഒരു കരിസ്മാറ്റിക് ധ്യാനം നടത്തി. ആ ധ്യാനത്തോടു കൂടി അവിടെ പ്രാർത്ഥന ഗ്രൂപ്പ് ആരംഭമായി. അപ്പം എൻ്റെ അമ്മ പ്രാർത്ഥന ഗ്രൂപ്പിൽ മെമ്പറായിരുന്നു. അപ്പം ഞാനിപ്പോൾ ഈ സാക്ഷ്യം പറയുമ്പോഴൊക്കെ എൻ്റെ അമ്മ പാവം അത് സ്കൂളിൽ പഠിക്കണ്ടിട്ടില്ല, പക്ഷെ തമ്പുരാനെ വിളിക്കുമായിരുന്നു എനിക്ക് വേണ്ടിയിട്ട്. അപ്പം അമ്മയുടെ പ്രാർത്ഥന ഇതിന്റെ പിന്നിൽ വളരെ ശക്തമായിട്ടുണ്ടെന്ന് തന്നെയാണ് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നത്. അപ്പോ നമ്മുടെ പ്രേക്ഷകരോട് ബ്രദറിന് എന്താണ് പറയാനുള്ളത്? പ്രേക്ഷകരോട് അതെ, അതായത് ഒരു ക്രിസ്ത്യാനി അല്ലെങ്കിൽ ഒരു കത്തോലിക്കൻ അവന് ലോകത്തിലെ രാജകീയ പുരോഹിത ഗണത്തിൽപ്പെട്ട ഒരംഗമാണ്. അവൻ തിരഞ്ഞെടുക്കപ്പെട്ട വംശത്തിലെ ഒരംഗമാണ്. ദൈവത്തിൻ്റെ സ്വന്തം ജനമാണ്. അതുകൊണ്ട് 1 പത്രോസ് 2:9 പറയുന്നുണ്ട്, അന്ധകാരത്തിൽ നിന്ന് തങ്ങളുടെ അത്ഭുതകരമായ പ്രകാശത്തിലേക്ക് നമ്മളെ വിളിച്ച ആ യേശു ക്രിസ്തുവിൻ്റെ നന്മകൾ പ്രകീർത്തിക്കലാണ് ഒരു ക്രിസ്ത്യാനിയുടെ ഒന്നാമത്തെ ദൗത്യം. അത് പ്രകീർത്തിക്കാൻ അവന് അടിസ്ഥാനപരമായി ഉണ്ടായിരിക്കേണ്ടത് മധ്യസ്ഥനാവുക എന്നുള്ളതാണ്. ദൈവത്തിനും ജനത്തിനും ഇടയ്ക്ക്, ദൈവത്തെ അറിയാത്ത മനുഷ്യരുടെ ഇടയിൽ മധ്യസ്ഥനാവുക. അപ്പം മധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കുക എന്നുള്ളതാണ് ഏത് പ്രവർത്തനങ്ങളുടെയും അടിസ്ഥാനപരമായ വിജയം. ഞാൻ ജീവിതത്തിൽ ഓരോ നിമിഷത്തിലും പ്രാർത്ഥിക്കാണ്ട് ഒരടി അങ്ങോട്ട് പോകില്ല. ഇപ്പോൾ ഞാനിവിടെ ഈ ഇങ്ങനത്തെ ഒരു സന്ദർഭത്തിന് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. വളരെ അപ്രതീക്ഷിതമായിട്ട് അജി സഹോദരൻ ഞാനുമായിട്ട് ബന്ധപ്പെടുകയാണ്. കൂടുതൽ 5 മക്കളുള്ള ഒരു ഫാമിലിയെ പരിചയപ്പെടുത്താനായിട്ട്. തുടർന്ന് 10 മക്കളുള്ള 10 ഫാമിലിയെ അധികമുള്ള കുടുംബങ്ങളിലേക്ക് പരിചയപ്പെടുത്തി. അപ്പം ഞാൻ ബ്രദറിനോട് പറഞ്ഞു, എൻ്റെ ഒരു സ്വന്തം ജീവിത സാക്ഷ്യം ജനങ്ങൾക്ക് ഉപകരിക്കും. കുറേ കാലമായി. അപ്പം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കേ വർഗീസ് ബ്രദറെ, ഞങ്ങൾ തമ്മിൽ നേരിട്ട് കണ്ടിട്ടില്ല, ഫോണിൽ ബന്ധപ്പെടലുള്ളൂ. അപ്പം ദൈവത്തിൻ്റെ സന്നിധിയിൽ പ്രധാനമായിട്ട് പ്രാർത്ഥിക്കുക എന്നത് ഒന്നാമത്തെ ദൗത്യമാണ്. ഇന്ന് നമ്മളെ സഭയിൽ തന്നെ നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിലും പ്രാർത്ഥനയില്ലാത്ത പ്രവൃത്തികൾ ധാരാളം ചെയ്യുന്നുണ്ട്. ഞാൻ പറയും 24 മണിക്കൂർ നിങ്ങൾ അധ്വാനിക്കുന്നു, പക്ഷെ അതിനേക്കാൾ കൂടുതൽ നിങ്ങൾക്ക് ഫലം കിട്ടും. നിങ്ങൾ പ്രഭാതത്തിൽ തമ്പുരാൻ്റെ സന്നിധിയിൽ 2.5 മണിക്കൂർ പ്രാർത്ഥിക്കുക, എന്നിട്ട് നിങ്ങൾ പ്രവൃത്തിയിലേക്ക് പോവുക. അപ്പം നിങ്ങൾ 24 മണിക്കൂർ കൊണ്ട് ചെയ്യുന്ന കാര്യം നിങ്ങൾക്ക് 8 മണിക്കൂർ കൊണ്ട് സാധിക്കും. ഇതാണ് പ്രേക്ഷകരോട് ഈ 2.5 മണിക്കൂറിന്റെ കാരണം കൂടി പറഞ്ഞുതരാം. നമ്മൾ 24 മണിക്കൂറിന്റെ ദശാംശമാണ് 2.5 മണിക്കൂർ. അപ്പോൾ ഒരു ദിവസം ഞാൻ എൻ്റെ സമ്പത്ത് കൊണ്ട് ഞാൻ സുവിശേഷത്തിന് വേണ്ടി ദശാംശം കൊടുക്കുന്നത് പോലെ എൻ്റെ സമയത്തിൻ്റെ ദശാംശം ഞാൻ ദൈവത്തിന് കൊടുക്കണം. അപ്പം ഞാനിപ്പം സ്വർഗത്തിൽ നിന്ന് ഈ ശക്തി സ്വീകരിച്ചുകൊണ്ടാണ് എൻ്റെ ജീവിത സാഹചര്യങ്ങളിലേക്ക് ഞാൻ ഇറങ്ങി പോവുക. അതൊരു കുടുംബത്തിൽ ഇപ്പോൾ മത്തായിയുടെ സുവിശേഷം 18-ാം അധ്യായം 19-20 തിരുവചനങ്ങളിൽ പറയുന്നുണ്ട്, ഭൂമിയിൽ നിങ്ങൾ 2 പേർ യോജിച്ച് ചോദിക്കുന്ന ഏതൊരു കാര്യവും എൻ്റെ സ്വർഗസ്വനായ പിതാവ് നിങ്ങൾക്ക് നിറവേറ്റി തരും. 2-3 പേർ. ഞാൻ കുടുംബജീവിതക്കാർക്ക് കൗൺസിലിംഗ് കൊടുക്കുമ്പോൾ അവരോട് പറയും, നിങ്ങൾ ഭാര്യയും ഭർത്താവും മക്കളും കൂടി തമ്പുരാൻ്റെ മുമ്പിലൊന്നും ഇരിക്കാൻ തയ്യാറുണ്ടാവുമോ 1 മണിക്കൂർ ഒരു ദിവസം? പിന്നെ നമുക്കൊരു പ്രശ്നം ഉണ്ടാവില്ല. തീർച്ചയായിട്ടും സാറേ, അങ്ങയുടെ ജീവിതം തുറന്നു വെച്ചത് പ്രാർത്ഥിക്കുക, ദൈവത്തിൽ നിന്ന് ശക്തി സ്വീകരിക്കുക, അത് വെളിച്ചമായി പ്രഘോഷണമായി മറ്റുള്ള ജനത്തിന്, സഹജീവികൾക്ക് എത്തിച്ചു കൊടുക്കുക, അല്ലേ? അതാണല്ലോ അങ്ങയുടെ ദൗത്യം. ഇത് ഈ കേൾക്കുന്ന എല്ലാവരും അവരുടെ ജീവിതത്തിലും ഇതൊരു അനുഭവമായി തീരട്ടെ. അതിനായി സാറ് ഈ വേദിയിൽ, ഈ പ്രോഗ്രാമിൽ വരുവാൻ ദൈവം ഇടവരുത്തിനോർത്ത് നന്ദി പറയുന്നു. അപ്പോൾ അങ്ങയുടെ മുന്നോട്ടുള്ള എല്ലാ ആത്മീയ ശുശ്രൂഷകൾക്കും
തുടർന്നും ദൈവത്തിൻ്റെ മഹനീയമായ കരം കൂടെ ഇരുന്ന് സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. നന്ദി. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഹാർട്ട് ഓഫ് ഹെവനിലെത്തി വളരെ മനോഹരമായിട്ട് ബ്രദറിൻ്റെ അനുഭവങ്ങളും സാക്ഷ്യങ്ങളും ഒക്കെ നമ്മോട് പങ്കുവച്ചു. ബ്രദറിനെ പരിചയപ്പെടാനും നമ്മുടെ ഗുഡ്നസ് ടിവിയുടെ ഒരു സ്നേഹോപഹാരം സമ്മാനിക്കുന്നതിനുമായി ഒരു അതിഥിയെ നമ്മൾ ഹാർട്ട് ഓഫ് ഹെവനിലേക്ക് ക്ഷണിക്കുകയാണ്. ഒത്തിരി സ്നേഹത്തോടും ബഹുമാനത്തോടും കൂടി ഹാർട്ട് ഓഫ് ഹെവനിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഗുഡ്നസ് ടിവിയുടെ ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമായ റെവറൻഡ് ഡോക്ടർ അലക്സ് ചാലങ്ങാടി. സ്വാഗതം ചെയ്യാം. അച്ഛാ, നമ്മുടെ ഇന്ന് ഹാർട്ട് ഓഫ് ഹെവനിൽ അതിഥിയായിട്ട് എത്തിയത് ബ്രദർ AP വർഗീസ്. ഒരുപാട് അനുഭവങ്ങളും സാക്ഷ്യങ്ങളും ഒക്കെ നമ്മുടെ പ്രേക്ഷകരോട് പങ്കുവച്ചു. അദ്ദേഹത്തെക്കുറിച്ചൊരു 2 വാക്ക്. ദൈവത്തിൻ്റെ സ്പർശനം അനുഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ ദൈവത്തെക്കുറിച്ച് പ്രഘോഷിക്കാതിരിക്കാനാവില്ല. ബൈബിളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ അനേകർ യേശുവിനെ പ്രഘോഷിച്ചത് യേശു അനുഭവം അവരുടെ ജീവിതത്തിൽ കടന്നു വന്നതുകൊണ്ടാണ്. ബ്രദർ വർഗീസിനെ സംബന്ധിച്ചിടത്തോളം ഈ യേശു അനുഭവം തൻ്റെ ജീവിതത്തിൽ സ്വായത്തമാക്കിയപ്പോൾ യേശുവിനെ പ്രഘോഷിക്കുകയായിരുന്നു. കഴിഞ്ഞ 40 വർഷക്കാലമായി യേശുവിന് സാക്ഷ്യം നൽകുന്ന യേശുവിൻ്റെ ഉത്തമ ശിഷ്യൻ. യേശു നമ്മളോട് പറഞ്ഞല്ലോ, നിങ്ങൾ ലോകത്തിൻ്റെ പ്രകാശമാണ്, നിങ്ങൾ ഭൂമിയുടെ ഉപ്പാണ്. ഈ പ്രകാശവും ഉപ്പും അത് മറ്റുള്ളവർക്ക് വേണ്ടിയാണ്. മറ്റുള്ളവർക്ക് നന്മ ചെയ്യുക എന്നുള്ളതാണ് ഒരു ശിഷ്യൻ്റെ കടമയും ഉത്തരവാദിത്വവും. മറ്റുള്ളവരെ ദൈവത്തിലേക്ക് നയിക്കുക, ദൈവോന്മുഖരാക്കുക, അവരിൽ നന്മകൾ വളർത്തുക, ഇതൊക്കെയാണ് ഓരോ ശിഷ്യൻ്റെയും ഉത്തരവാദിത്വം. അങ്ങനെ ഓരോ മക്കളെയും ഈശോയുടെ സന്നിധിയിലേക്ക് കൊണ്ടുവരുവാൻ, ഈശോ അനുഭവം അവർക്കും പകർന്നു കൊടുക്കുവാൻ അക്ഷീണം യത്നിച്ചു കൊണ്ടിരിക്കുന്ന ബഹുമാനപ്പെട്ട ബ്രദർ വർഗീസിനെ ഗുഡ്നസ് ടിവിയുടെ എല്ലാ പ്രേക്ഷകരുടെ പേരിലും എല്ലാവിധ ഭാവങ്ങളും മംഗളങ്ങളും നേരുന്നു. ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു അച്ഛാ. നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തി അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലൂടെ വളരെ നല്ലൊരു അനുഭവം നമ്മളുമായി പങ്കുവെച്ച വർഗീസ് ബ്രദറിന് നമ്മുടെ ഗുഡ്നസ് ടിവിയുടെ ഒരു സ്നേഹോപഹാരം സമ്മാനിക്കുന്നതിനായി അച്ഛനെ ഞാൻ ക്ഷണിക്കുകയാണ്. ദൈവത്തിൻ്റെ കൃപയും അനുഗ്രഹവും സംരക്ഷണവും ഇന്നും നമ്മോടൊപ്പം ഉണ്ടാവട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി ഹാർട്ട് ഓഫ് ഹെവന്റെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുന്നു. നന്ദി, നമസ്കാരം.